കപ്പ് ഞാൻ വാങ്ങുന്നത് എല്ലാവരും കണ്ടതാണ്. ഞാൻ സ്റ്റേജിൻ്റെ പിന്നിലേക്ക് ചെന്നപ്പോൾ മിലിറ്ററിക്കാരൻ റപ്പായി, അതായത് ജവാൻ സ്പോർട്സ് ക്ലബിൻ്റെ സെക്രട്ടറി ആണോ പ്രസിഡൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല, അദ്ദേഹം എന്നോട് പറഞ്ഞു കപ്പ് എനിക്ക് തിരിച്ചു തരണം. അപ്പം ഞാൻ പറഞ്ഞു അതെങ്ങനെ? അല്ല, ഇതിൽ ഏറ്റവും നല്ല നടനായിട്ടുള്ള അഭിനയിച്ച കുണ്ടൂറമ്പിൽ ജോണിന് കപ്പ് കൊടുക്കണം, അതുപോലെ തന്നെ ഈ കപ്പ് നടിയായിട്ട് അഭിനയിച്ച കള്ളിക്കാടൻ ആൻ്റപ്പന് കൊടുക്കണം. ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ കൊടുത്തില്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കപ്പ് തിരിച്ചു കൊടുത്തു. ഞാൻ കേട്ടിട്ടുണ്ട് 5 അപ്പം കൊണ്ട് 5 മീൻ കൊണ്ട് 5000 പേരെ കർത്താവ് ഊട്ടി എന്നുള്ളത്. കർത്താവിനേക്കാളും വലിയവരാണ് ആ സമയത്ത് ഈ ജവാൻ സ്പോർട്സ് ക്ലബ്ബുകാരെന്ന് ഞാൻ മനസ്സിലോർത്തു. അത് കഴിഞ്ഞ് ഞാൻ ആലോചിച്ചു, ഞാൻ എങ്ങനെ എൻ്റെ വീട്ടിൽ ചെല്ലും? എൻ്റെ മാതാപിതാക്കൾ കണ്ടതാണ് ഞാൻ ഈ കപ്പ് വാങ്ങുന്നതൊക്കെ. അത് മനസ്സിലിങ്ങനെ ആലോചിച്ചപ്പോഴാണ് എൻ്റെ സുഹൃത്ത്, എൻ്റെ കൂട്ടുകാരൻ OL തോമസ്, അദ്ദേഹത്തിന് ഒരുപാട് കപ്പുകൾ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു ഫുട്ബോളറാണ്, അതുമാത്രമല്ല നന്നായിട്ട് ഒരു നല്ല ഓട്ടക്കാരനാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്ക് ചെന്ന് ചോദിച്ചു, തോമസ് നീ എനിക്കൊരു കപ്പ് തരണം, എൻ്റെ അഭിമാനം നീ രക്ഷിക്കണം. തോമസ് പറഞ്ഞു, അയ്യോ കപ്പ് ഞാൻ തരില്ല, എനിക്ക് ആകെ 7 കപ്പ് കിട്ടിയിട്ടുണ്ട്, ഞാൻ എൻ്റെയും വീട്ടുകാർ കണ്ടതാണ്. എൻ്റെ നിർബന്ധം സഹിക്ക വയ്യാതായപ്പോൾ തോമസ് പറഞ്ഞു, ഒരു കപ്പ് നിനക്ക് തരാം, പക്ഷേ അതിന് നീ വില തരണം. കപ്പുമായി ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴുള്ള എൻ്റെ പത്രാസ്, എൻ്റെ വീട്ടുകാരുടെ ആ തെളിഞ്ഞ മുഖം, അതൊക്കെ ഇന്നും എൻ്റെ മനസ്സിൽ നല്ല ഓർമ്മയുണ്ട്. പക്ഷെ അത് വരാനിരിക്കുന്ന ഒരു പീഡനത്തിൻ്റെ മുന്നോടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്താ തോമസേ? ഒന്നുമില്ല, ചുമ്മാ വന്നതാ. ഇവിടെ വന്ന ചുമ്മാ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. സത്യമായിട്ടും വെറുതെ വന്നതാ. ആരെയും നിനക്ക് കാണണ്ടേ? ഇന്നച്ചനെ 2 ദിവസമായിട്ട് ആളെ കാണാനില്ല. എന്റെ വീടിന്റെ വഴിക്ക് വരുന്നില്ല. എന്താ പ്രത്യേകിച്ച് കാണാൻ? ഒരു കാര്യം പറയണ്ടായിരുന്നു. എന്താച്ചാ എന്നോട് പറഞ്ഞോ, ഞാൻ പറഞ്ഞോളാം. നേരിൽ പറയേണ്ടതാ. പിന്നെ കാര്യം പറയൂ തോമസേ. എന്തോ ഒരു കളക്ഷൻ ഉണ്ടല്ലോ നിന്റെ പോത്ത്. അങ്ങനെയൊന്നുമില്ല, വെറുതെ തോന്നണതാ. നിങ്ങളുടെയൊക്കെ കൃഷി കാണാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായല്ലേ? സത്യം പറ. ഞാൻ എൻ്റെ ഒരു കപ്പിൻ്റെ കാര്യം പറയാനാ. പിന്നെ കുറച്ച് കാശും വാങ്ങാനുണ്ട്. കപ്പോ? അതെ, എൻ്റെ കപ്പ് ഒരു വില പറഞ്ഞ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാശ് തരാൻ വേറെ വഴി ഉണ്ടെന്നും പറഞ്ഞു. എൻ്റെ വീടിന് മുന്നിലൂടെയുള്ള വഴി അല്ലാതെ സ്കൂളിലേക്ക് പോകാനും വരാനും വേറെ വഴി ഉണ്ടെന്ന് അവൻ പറഞ്ഞെന്ന് എനിക്ക് പിന്നെയാ മനസ്സിലായേ. അവൻ എന്തിനാ കപ്പ് വാങ്ങിയത്? നാടകത്തിൽ സമ്മാനം കിട്ടിയ കപ്പായിട്ടാണല്ലോ അവൻ വീട്ടിൽ വന്നത്. അതെന്റെ കപ്പാ. സ്റ്റേജിൽ നിന്ന് ഇന്നച്ചനോട് കപ്പ് കമ്മറ്റിക്കാർ അപ്പം തന്നെ തിരിച്ചു വാങ്ങി. കപ്പില്ലാതെ വീട്ടിൽ പോലെന്ന് കരഞ്ഞ് പറഞ്ഞിട്ടാ ഞാൻ എൻ്റെ കപ്പ് എടുത്ത് കൊടുത്തേ. ഓ അത് ശരി. എന്താണോ ഇതിന്റെ വില? 7 റുപ്യ. അത് തരാന്നവൻ സമ്മതിച്ചോ? ഊവ്, ഇതൊന്നും ആരോടും പറയരുതെന്നും പറഞ്ഞിട്ടുണ്ട്. ആ ശരി. ഇന്നസെന്റ്, ഡാ ഇന്നസെന്റ്, എന്തോ? നിന്നെ കാത്ത് കുറെ നേരം തോമസ് ഇവിടെ വന്നിക്കുന്നു. അവനിപ്പോ വരും, കണ്ടിട്ട് പോയാൽ മതി. വന്നേ, നിന്നെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? നീ അങ്ങോട്ട് പറഞ്ഞിട്ട് സെന്റ് ക്ലൗസ് നിന്നോട് എന്തെങ്കിലും ചോദിച്ചോ? കുത്തി കുത്തി ചോദിച്ചു. എന്നിട്ട് നീ എന്തെങ്കിലും പറഞ്ഞോ? പക്ഷെ ഇനിയും കാശൊന്നുമില്ലെങ്കിൽ ഞാൻ എല്ലാവരോടും പറയും. അതൊന്നും വേണ്ടി വരില്ല. ഇപ്പൊ നീ സ്ഥലം വിട്, കാശ് ഞാൻ വീട്ടിലെത്തിക്കാം. ഇനി വാക്ക് മാറരുത്. ഇല്ല. പറഞ്ഞേക്കാം.